ഹായ്, ഇന്ന് ഒരു വീഡിയോക്ക് താഴെ വന്നൊരു കമൻ്റാണിത്. ഹലോ സർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് UPI നമ്പർ മാത്രം എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഒരു വീഡിയോ ചെയ്യുമോ? ഇത് സിമ്പിളാണ്. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സലിലായിരിക്കും അല്ലെങ്കിൽ CSV ആയിരിക്കും. CSV എന്ന് പറഞ്ഞാൽ എക്സലിൽ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡേറ്റ് ഉണ്ടാവും. നമുക്കൊരു സാമ്പിൾ അതെങ്ങനെ ചെയ്യാതെല്ലാം നമ്മൾ നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഉണ്ടാവാം, ഡിസ്ക്രിപ്ഷൻ സ്പെല്ലിംഗ് തെറ്റുണ്ട്, അത് കുഴപ്പമില്ല. ഡിസ്ക്രിപ്ഷന് ഡെബിറ്റ് ക്രെഡിറ്റ്. ഞാനിവിടെ UPI എക്സ്ട്രാക്റ്റഡ് UPI എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. സാധാരണ UPI IDക്ക് ഒരു @ സൈൻ ഉണ്ടാവും. സാധാരണ ഇപ്പോൾ മോസ്ട്രാക്ക് @ ABL അങ്ങനെ എന്തൊക്കെയാണ് വരിക. ഇങ്ങനെ ഉണ്ടാവും. എന്തായാലും ഒരു @ സൈൻ ഉണ്ടാവും. അതിനുശേഷം ഒരു വേർഡ് ഉണ്ടാവും. പക്ഷേ .com അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മുന്നിൽ ഒരു വേർഡ് ഉണ്ടാവും. എന്തായാലും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം ആ വേർഡിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കോളം നോക്കുകയാണെങ്കിൽ ഈ ഒരു വേർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് UPI എന്ന് പറയുന്നത് എന്തായാലും അതിന് മുന്നിൽ ഒരു സ്പേസ് ഉണ്ട്, അതിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്. എന്തായാലും സെപ്പറേറ്റ് വേർഡാണ്. കണ്ടെയ്നിങ് @ സൈനാണ്. അങ്ങനെ ഒന്നുകിൽ UPI അല്ലെങ്കിൽ ഇമെയിൽ ID വരിക. നമുക്ക് എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അധികം ഇമെയിൽ ID വരാൻ സാധ്യതയില്ല. ഇനി വന്നാലും വളരെ റയർ കേസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു BBA കോഡ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ കോളം B, അതായത് ഡിസ്ക്രിപ്ഷൻ കോളം. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷൻ കോളത്തിലുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് @ സൈൻ വരുന്ന വേർഡിനെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ ഓൾമോസ്റ്റ് നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡിങ് അറിയണമെന്നില്ല. നമ്മൾ ChatGPT ചോദിച്ചിട്ട് തന്നെ എടുക്കാം. ഇപ്പം ഞാൻ ChatGPT ചോദിച്ചിട്ട് തന്നെ എടുത്തൊരു കോഡുണ്ട്, ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, SAT വേർഡ്സ് വിത്ത് @ സൈൻ. ഓക്കെ, ഞാനത് വേർഡ് മൊത്തം കോപ്പിയാണ്. ഓക്കെ, ഈ വേർഡ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കോപ്പി ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഇതന്നെ ഉപയോഗിക്കാം. അത് നിങ്ങൾ മാറ്റേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ കോളം B എന്നുള്ളത്, കോളം B ഏതാണ്, നിങ്ങൾ കോളം CD നിങ്ങൾ നോക്കുക. ഷീറ്റ് പിന്നെ എക്സലിൻ്റെ ഷീറ്റ് 1 എന്നുള്ളതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഷീറ്റ് 1 മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ എക്സൽ ഷീറ്റ് പേര് അതാക്കണം. അത് കോഡിലേക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കും കോഡിങ് അറിയാത്തവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പം കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, മെമ്മറിയിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എക്സലിലെ BBA വർക്ക് ചെയ്യാൻ വേണ്ടി Alt F11 അതായിരിക്കുന്നു. ഞാൻ ഓൾറെഡി ആ കോഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഓൾറെഡി കോഡ് വർക്കിംഗ് ആണ്. നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്യാം ഇവിടെ. ഓക്കെ, അതെങ്ങനെയാണ് പേസ്റ്റ് ചെയ്യാന്നുള്ളത് ഒന്നും കൂടെ പറയാം. ഇതിലിപ്പോൾ ഓക്കെ, നമ്മൾ Alt F11 അടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതിൽ ഇൻസേർട്ട് പോയിട്ട് ഒരു മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ പിന്നെ ഈ കോഡ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ Bയിലെ കണ്ടന്റ് മൊത്തം ചെക്ക് ചെയ്തിട്ട് @ സൈനുള്ള എല്ലാ വേർഡും എടുത്തിട്ട് നമ്മൾ ഈ കോളത്തിലേക്ക് ഇടും. അതിനാണ് കോഡ് ചെയ്യുന്നത്. ഇതെങ്ങനെ റൺ ആയിക്കും എന്ന് പറഞ്ഞാൽ Alt F11 അടിച്ചിട്ട് Alt F11 പോയിട്ട് റൺ, ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, റൺ ബട്ടൺ ഉണ്ട്. അതല്ല എങ്കിൽ Alt F8 അടിക്കുക, മാക്രോ റണ്ണിങ്. Alt F8 അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നത് എക്സ്ട്രാക്ട് വേർഡ്സ് വിത്ത് @ സൈൻ. ജസ്റ്റ് റൺ അടിക്കുക. റൺ അടിക്കുമ്പോൾ നമുക്കിതാ ഇതിലെ UPI എടുത്തിട്ടുണ്ട്. ഇതിൽ UPI എന്ന് നമ്മൾ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ഇതിൽ UPI ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇങ്ങനെയാണെങ്കിലും ഇതെടുക്കും. കാരണം നമ്മൾ ഡോട്ട് ഉണ്ട്, സ്പേസ് അല്ല, അതും എടുക്കും. നമുക്ക് Alt F8 അടിച്ചിട്ട് അത് മാത്രമാണ് ഈ ഒരു കോഡിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. അതായത് ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിലും കൂടെ ഇങ്ങോട്ടേക്ക് എടുക്കും. ഓക്കെ, Alt F8 അടിക്കുന്നു. നമ്മൾ റൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അവസാനം ഇമെയിൽ കൂടെ വരും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കോഡ് ഈ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്രോ എനാബിൾഡ് സേവ് ചെയ്യാൻ പറയും. സാധാരണ മാക്രോ എനാബിൾഡ് സേവ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഈ വേർഡ് ഫയലിൽ ഉപയോഗിക്കാൻ നമ്മൾ ഡാറ്റ പേസ്റ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. ഓക്കെ, ഇത് കോഡ് തന്നിരിക്കുന്നത് ChatGPT ആണ്. ChatGPT ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ എൻ്റെ ചാനലുണ്ട്. നമുക്ക് ഒരുവിധം BBA കോഡൊക്കെ ChatGPT വെച്ചിട്ട് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.